ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ തന്നെ സുപരിചിതമായ ചില മുഖങ്ങളിലൊന്നാണ് ചേച്ചിയുടേത്. ചിപ്പില്ലാതെ എന്ത് പൊങ്കാല എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുക? കളിയാക്കുന്നത് എനിക്കറിയാം. അങ്ങനെ കളിയാക്കി തന്നെ പറയാൻ പറ്റില്ല. കാരണം ചേച്ചി ആളുകൾ എപ്പോഴും ഇപ്പോൾ ഇന്ന് ടി വി കണ്ടപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും എനിക്കറിയാം ചിപ്പി വന്നില്ലേ പൊങ്കാല ഇടാൻ എന്ന് ചോദിക്കുന്ന ആളുകളാണ്. അപ്പം എത്ര വർഷമായിട്ട് ഈ പൊങ്കാല ഇടാണ് ചേച്ചി? ഞാൻ ഒരുപാട് വർഷമായി എന്തായാലും ഒരു 10-20-25 വർഷത്തോളം ആവും. കഴിഞ്ഞ ദിവസം ഏതോ ഒരു എനിക്ക് എവിടെയാണെന്ന് കൃത്യമായി ഓർമ്മയില്ല, 38ാമത്തെ തവണയാണ് ചിപ്പി പൊങ്കാല ഇടുന്നതെന്നൊക്കെ പറഞ്ഞൊരു കണക്കൊക്കെ ഉണ്ടോ? അത് 38ആണോ? എനിക്കറിയില്ല, എനിക്ക് ആ കണക്കറിയില്ല. കുറച്ച് വർഷമായി എന്ന് എനിക്കറിയാവുള്ളൂ. ഇത്തവണയും എല്ലാ തവണയും ഇവിടെ തന്നെയാണ് ഇടുന്നത് തോന്നല്ലേ? ഒരുപാട് വർഷമായിട്ട് ഇവിടെയായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 15-16 വർഷമായി ഇവിടെ ഇതേ സ്പോട്ടാണ്. ഈ വെളിയിൽ കുറേ ചേച്ചിമാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ചിപ്പി പൊങ്കാല ഇടാൻ എത്തിയില്ലേന്ന് ചോദിച്ചാൽ. അത് സ്ഥിരമായി എങ്ങനെ ആളുകൾ കാണാൻ വരാറുണ്ട്? ഇല്ല, എനിക്കൊന്ന് സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ കാണാമല്ലോ, അതിൻ്റെ വെച്ച് നോക്കുന്നത്. എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇപ്രാവശ്യം നന്നായിട്ട് നടക്കണം എന്നുള്ള പ്രാർത്ഥനകൾ അത്രയേ ഉള്ളൂ. എല്ലാ വർഷവും ഷൂട്ടിന്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നോ ഇത്തവണയും? ഇത്തവണ ഷൂട്ടില്ല. ഇത്തവണ ഷൂട്ടിങ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഷൂട്ടിൻ്റെ തിരക്കുണ്ടെങ്കിൽ വരും. ഏതെങ്കിലും സമയത്ത് ഈ ഷൂട്ടിന്റെ തിരക്കുകൾ മൂലം പൊങ്കാല ഇടാൻ പറ്റാതെ പോയിട്ടുണ്ടോ? അതിപ്പോൾ ഇല്ല, സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് പണ്ട് ഒത്തിരി വർഷം മുമ്പ്. അതിനുശേഷം നമ്മുടെ തന്നെ സീരിയലാണ് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷനാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇത്തവണ കഴിഞ്ഞ തവണത്തെക്കാട്ടിലൊക്കെ തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു. ഭയങ്കര തിരക്കാണ്. കാരണം ഇന്നലെ ഞാനിവിടെ എത്തി, എന്നിട്ട് അമ്പലത്തിൽ പോയപ്പോഴൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര തിരക്കാണ് ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ട്. ഇത്തവണ നമ്മൾ ഏറ്റവും ഭയപ്പെട്ടിരുന്നത് ചൂട് എങ്ങനെയായിരിക്കും എന്നാണ്. പക്ഷെ ഇത്തവണ അങ്ങനെ ഒരു മഴക്കോളും അല്ലേ, ഒന്ന് ചാറി എന്ന് പറഞ്ഞിട്ട്. ഈ ഭക്തരുടെയൊക്കെ ഒരു പ്രാർത്ഥനയായിരിക്കും. പിന്നെ പൊടിയും ഒക്കെ ഒന്ന് കുറയുമല്ലോ, അപ്പോൾ അതൊരു എല്ലാവർക്കും, പ്രത്യേകിച്ചും റോഡിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ പൊടിയുള്ള സ്ഥലത്ത് ഇരിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമായിട്ടുണ്ടാവും. അപ്പം എല്ലാ ആശംസകളും പൊങ്കാല ആശംസകളും നേരെ.